സൈനുദ്ദീൻ അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് 82 കാലത്തിലാണല്ലോ സൈനുദ്ദീൻ ജോയിൻ ചെയ്യണത്. അത് ആ സമയത്ത് ഞങ്ങൾ കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്തൊക്കെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ പാതിരാ സമയത്ത് ഏതോ ഒരു റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിലെ പോട്ടെ അവൻ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ പാതി ഉറക്കത്തിലും പാതി ഓർമ്മയിലും നമ്മൾ കേൾക്കും ഇങ്ങനെ സൈനുദ്ദീൻ പറയണത്, ലെഫ്റ്റ് പോട്ടെ ഒരു കാടൊക്കെ ഉള്ളൊരു സ്ഥലത്ത് അവൻ ഇറങ്ങും. മനുഷ്യനുണ്ടാവില്ല. അവിടെ ഇറങ്ങിയിട്ട് അവനിങ്ങനെ നടന്ന് ഒരു ഇടവഴി കൂടെ പോണ കാണാം. ആ സ്ഥലം ഏതാണെന്നറിയോ? ഒബറോണിൻ്റെ തൊട്ടടുത്ത്. വീട്ടിലോട്ട് ബൈപ്പാസ് പണി നടക്കുന്നുള്ളൂ, ചെറിയ വഴിയാ. സൈനുദ്ദീൻ ഇപ്പൊ കിടക്കുന്നതും അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് ആ ഒബറോണിന്റെ അടുത്തുള്ള ഞങ്ങളുടെ പള്ളിയുണ്ട്, ആ പള്ളിയിലാണ്. ഞാൻ ഇപ്പോഴും അതുവഴി പോകുമ്പോ മിനിയാന്ന് പോലും ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട്. ഇതുവരെ പോയിട്ടില്ല. മിനിയാന്ന് പോലും അതുവഴി പോയപ്പോ ഞാൻ എന്നും അവിടെ എത്തുമ്പോൾ ഞാൻ ദുആ ചെയ്യും, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും. നമ്മൾ മരിച്ചു കിടക്കുന്നവരെ സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്താൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ മിക്ക ദിവസം പള്ളിയിലും പോകും. പിന്നെ ഉറക്കം ചില ദിവസങ്ങളിൽ രാത്രി ഉറക്കമൊന്നും വരൂല. അപ്പം ഞാൻ രാത്രി ചിലപ്പോൾ സൈക്ലിങ് ചെയ്യും. അപ്പോൾ ഞാൻ ഒബ്രോൻ്റെ അടുത്ത് പോയിട്ട്, പള്ളിയുടെ ഇപ്പുറത്ത് തന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ഡാഡീനെ പറ്റി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നല്ല വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകും. കാരണം ഡാഡി പാടിയ പാട്ട് എനിക്കൊക്കെ കിട്ടിയൊരു ഭാഗ്യം അതാണ്. കാരണം അവിടെ ഇരുന്നിട്ട് ഡാഡിയുടെ സൗണ്ട് കേൾക്കാൻ പറ്റും, ഡാഡി പാടിയ പാട്ട്. ഇപ്പൊ ഇതിൽ കാണിച്ചില്ല ചിത്ര ചേച്ചിയായിട്ടുള്ള, അത് സയാമി സറ്റാൾ എന്നുള്ള സിനിമയിലെ ഡാഡി പാടിയതാണ്. പിന്നണി ഗായകൻ കൂടെയാണ്. പിന്നണി ഗായകൻ ചിത്ര ചേച്ചിയുടെ കൂടെ ഫോട്ടോ കാണിക്കണം. അതെ, നന്ദി കോടി ഉടലുകളൊന്നാണെന്നാലും പേര് സയാമീസ. അപ്പൊ അന്ന് ദൂരദർശനിലൊക്കെ പാട്ട് വരുമ്പോ ഡാഡി കാണിക്കും, ഞാൻ പാടിയ പാട്ട് ഇപ്പൊ ഇതായിരുന്നു പറഞ്ഞു. പള്ളി ആ മരത്തിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമാണ് എനിക്കിപ്പോഴും. ആ പാട്ടും ഒക്കെ കേട്ട് ആ ദിവസങ്ങളൊക്കെ ഞാൻ ഓർക്കറിയാം, ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ പോകാറുണ്ട്. പള്ളിയുടെ അകത്ത് കയറാൻ പോലല്ല, സിനിലിനെ സംബന്ധിച്ച് അതങ്ങനെ ആർക്കും പറ്റുന്നൊരു കാര്യമല്ലെങ്കിൽ പോലും ഒരു ചലച്ചിത്ര പ്രവർത്തകന്റെ മകനും മകളൊക്കെ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എവിടെയെങ്കിലുമൊക്കെ പോപ്പപ്പ് ചെയ്ത് വരും. അതൊരു വലിയ ആർട്ടിസ്റ്റ്, അത് അയാളുണ്ടാക്കി വെച്ച വലിയ സൗഹൃദങ്ങൾ, അവരെല്ലാം അയാളെക്കുറിച്ച് നല്ല നർമ്മം പറയുന്നു, ഓർക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചിട്ടുള്ള സംവിധായകൻ ബാലു കിരിയത്ത് ഇപ്പം അദ്ദേഹത്തെ ഓർക്കുന്നു. സൈനുദ്ദീൻ എനിക്കൊരു സഹോദരനെ പോലെയായിരുന്നു. എൻ്റെ പല ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ വേദനാജനകമായ കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഇനി എത്രയോ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടമായത്. ഒരിക്കൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം നമ്മുടെ TM ജേക്കബ് സാറിൻ്റെ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന റാലി നടക്കുകയാണ് എറണാകുളത്ത്. അപ്പോൾ ഞാൻ TM ജേക്കബ് സാർ അദ്ദേഹത്തെ വിളിച്ചിട്ട്, ഞങ്ങൾ ഒരുമിച്ചൊരു കാലഘട്ടത്തിൽ അദ്ദേഹം മാരവേനിസിലും ഞാൻ MG കോളേജിലും പഠിച്ചിരുന്നതാണ്. അങ്ങനെ സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഈ റാലി നടക്കുന്ന സമയത്ത് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതായത് ഒരു ബോക്സ് കൊണ്ട് ഒരു സംഘം ഓടുകയും അതിനെ നായകനും സംഘവും അതിനെ ചേസ് ചെയ്ത് പിടിക്കുന്നതുമാണ് ആ രംഗം. അത് ഈ റാലിക്കിടയിലൂടെയൊക്കെ ഓടുകയും ഒരു കളർഫുള്ളാക്കി എടുക്കാനായിട്ടാണ് ഞങ്ങളത് തീരുമാനിച്ചത്. അങ്ങനെ സൈനുദ്ദീനും ഈ സംഘാംഗങ്ങളോടൊപ്പം ഓടി. കുറച്ചു ദൂരം ഓടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, സാർ എനിക്ക് വയ്യ, എനിക്ക് അധികം ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു അസുഖമുണ്ട്, അത് പിന്നെ പറയാം എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടുത്ത് വരുന്ന ഞാനിപ്പോൾ ഒരു ഓട്ടോ വിട്ടു തരാം, ആ ഓട്ടോയിൽ കൈ കാണിച്ച് അതിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ ഓട്ടോ അങ്ങ് പോയി. വേറൊരു സ്ഥലത്ത് അതേ ഓട്ടോ നിർത്തി ഇദ്ദേഹം ഇറങ്ങുന്നതായിട്ട് കാണിക്കുകയും ആ ക്ലൈമാക്സിൽ ഇദ്ദേഹത്തെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ക്ലൈമാക്സിൽ സൈനുദ്ദീൻ ഇല്ലാതെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ സൈനുദ്ദീൻ വേണം. അത്രയ്ക്ക് നല്ലൊരു സ്നേഹിതനായിരുന്നു അദ്ദേഹം എനിക്ക്. അങ്ങനെ അത് ഷൂട്ട് ചെയ്തു. പിന്നീടാണ് അറിയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളുണ്ടെന്നും അങ്ങനെ കുറച്ച് ദൂരം ഓടാനൊന്നും സാധിക്കുകയില്ലെന്നും എനിക്കതിൽ ഭയങ്കര വിഷമം തോന്നി. ഏതായാലും ഞാനത് മാനേജ് ചെയ്തു. അദ്ദേഹം അത് അഭിനയിക്കുകയും ചെയ്തു, നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായതിൽ ഞാൻ
എൻ്റെ സങ്കടം ഞാൻ അറിയിക്കുന്നു.